ഇന്ന് നമ്മൾ നല്ലപോലെ ഒരു ഫുൾ വാട്ടർ ചേഞ്ച് നടത്തി. അതിനുശേഷമാണ് നമ്മുടെ ബീറ്റ ടാങ്കാണ് നമ്മൾ കുറേ ചെളിയും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കിയിട്ടുണ്ട് ഈ ടാങ്ക്. ഇതിനകത്ത് നമ്മുടെ ഇമ്പല്ലയാണ് കിടക്കുന്നത്. ഇമ്പല്ലയുടെ മെയിലും ഇപ്പുറത്തേൽ ഫീമെയിലുമാണ് കിടക്കുന്നത്. രണ്ട് ഇതിനകത്തുണ്ട്, അവർ പെട്ടെന്ന് വരില്ല പുറത്തേക്ക്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ക്യാൻഡിയുടെ ഫീമെയിലും ക്യാൻഡിയുടെ മെയിലുമാണ് കിടക്കുന്നത്. അത് ഇടയ്ക്ക് നമ്മൾ ഫുൾ വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് ആൽമണ്ട് ലീഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാനിൻ കണ്ടൻറ്റുള്ള എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു നല്ല നാച്ചുറൽ ഫീൽ കിട്ടും. അപ്പോൾ ബീറ്റയ്ക്ക് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ ഒരു ആൽമണ്ട് ലീഫിൻ്റെ പീസൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിന് സ്ട്രെസ്സും ഉണ്ടാവില്ല. അതുപോലെ ഒരു അവറ്റങ്ങ ഏതായാലും വൈൽഡ് ഫിഷ് അല്ലേ, അപ്പോൾ അത് കാരണം വൈൽഡിലെ ഒരു ഇത് അവർക്ക് കിട്ടും. പിന്നെ എന്തായാലും നമ്മൾ കുറേ പ്ലാന്റഡും കോക്കനട്ട് ഷെല്ലും എല്ലാം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അവർക്ക് ഹൈഡിങ് പ്ലേസും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇമ്പല്ലതിനകത്തുണ്ട് ഹൈഡിങ് പ്ലേസിൽ നിൽക്കുകയാണ്. വെള്ളം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒളിച്ച് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. നല്ലപോലെ പുറത്ത് വന്നിരുന്നതാണ്. എന്തായാലും തീറ്റ കൊടുക്കുമ്പോൾ അവർ പുറത്തേക്ക് വരും. അപ്പോൾ എപ്പോഴും നല്ല കീപ്പ് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കീപ്പ് ചെയ്യാൻ നോക്കാം.